ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം പറമ്പിൽ ബസാറിൽ വീണ്ടും വോളിബോൾ ആരവം. പറമ്പിൽ വോളി അക്കാദമിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ വോളിബോൾ കോർട്ട് നാടിന് സമർപ്പിച്ചു. പ്രമുഖ ടൂർണമെന്റുകളിൽ ചാമ്പ്യന്മാരായ ടീമുകളും പ്രശസ്തരായ കളിക്കാരും നിരവധിയുണ്ടായിരുന്ന പ്രദേശമാണ് പറമ്പിൽ ബസാർ. വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലുള്ള ടൂർണമെന്റുകൾക്കും ഇവിടം വേദിയായി. എന്നാൽ ഏതാനും വർഷങ്ങളായി ഇതെല്ലാം മുടങ്ങിയ നിലയിലായിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായികപ്രേമികളും കളിക്കാരും മുൻ താരങ്ങളും ഉൾപ്പെടുന്ന വോളി അക്കാദമി കോർട്ട് സജ്ജമാക്കി കളി പുനരാരംഭിച്ചത്. പുതുതലമുറയെ പരിശീലനം നൽകി വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. കോർട്ടിന്റെ ഉദ്ഘാടനം പ്രവാസി വ്യവസായിയും മുൻ വോളി താരവുമായ കെ മോഹൻദാസ് നിർവഹിച്ചു. വിജയ് മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. IP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. AKP സൈതലവി, TV ബാലൻ, സജീഷ് പുല്ലാണിക്കാട്ട്, ചന്ദ്രൻ മാസ്റ്റർ, സുനിൽകുമാർ തുടങ്ങിയവരും പ്രസംഗിച്ചു. മുതിർന്ന താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശന മത്സരത്തിൽ സൺഡേ വോളി കിങ്സ്, വോളി ഫ്രണ്ട്സ് പൈമ്പ്ര എന്നീ ടീമുകൾ ഏറ്റുമുട്ടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.